ഒരാൾ ഇൻസ്റ്റാഗ്രാം വഴിക്ക് ചോദിച്ചതാണ്. അദ്ദേഹത്തിന് വഴിയിൽ നിന്നൊരു 500 രൂപ കളഞ്ഞു കിട്ടി. അദ്ദേഹം അതെടുത്ത് ഉപയോഗിച്ചു. പിന്നീട് അദ്ദേഹത്തിന് എന്നും ധനനഷ്ടം തന്നെ, കടബാധ്യതകൾ പെരുകി വരികയാണ്. അദ്ദേഹത്തിന്റെ സംശയം ഇങ്ങനെയാണ്: താൻ ഈ കളഞ്ഞു കിട്ടിയ ധനം ഉപയോഗിച്ചുകൊണ്ട് കടം കയറിയതാണോ? ഇതൊന്ന് മാറിക്കിട്ടാൻ എന്താണ് പോംവഴി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കളഞ്ഞു കിട്ടുന്ന ധനം അന്യരുടെ ആരുടെ ഒരു മുതല് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്മേല് അവർക്കൊരു ദുഃഖമുണ്ട്. ആ പൈസ നഷ്ടപ്പെട്ടതിൽ അതിന്റെ ആ വ്യക്തിക്കൊരു നഷ്ടബോധമുണ്ട്. അദ്ദേഹം എപ്പോഴും പറയും, എന്റെ പൈസ പോയല്ലോ, അത് ആർക്ക് കിട്ടിക്കാണും. കാര്യം വളരെ പരാധീനതയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആ ധനം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ദുഃഖം വളരെ വലുതായിരിക്കും. നമ്മൾ ആ പണം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ ദുഃഖം നമ്മുടെ മുകളിലേക്ക്, അതൊരു ചെറിയ തോതിൽ ശാപം പോലെയൊക്കെ നമ്മളിൽ വർക്ക് ചെയ്യുന്ന തലത്തിലേക്ക് വന്നേക്കാം. എന്നാൽ ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടു പോയത് അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തി ഉണ്ടാവാം. അത് പക്ഷെ ആ ധനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഈ ധനം ഏതെങ്കിലും ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റി വെച്ചിരുന്ന ഒരു ധനമാണെങ്കിൽ, നമുക്ക് കളഞ്ഞു കിട്ടിയത് ആ ധനമായിരുന്നു, അതെടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വന്നു കൂടാവുന്നതാണ്. ധനം അങ്ങനെ എപ്പോഴായാലും നമ്മൾക്ക് ഒരു നമ്മുടേതല്ലാതെ ഒരു ധനം കളഞ്ഞു കിട്ടുകയോ മറ്റേ ചെയ്യണം. നമ്മൾ പരമാവധി അതിന്റെ ഉടമസ്ഥൻ അവിടെ എങ്ങാനും ഉണ്ടോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. അത് കൊടുക്കാൻ നോക്കണം. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് ഗവൺമെന്റിൽ അത് കൊടുക്കേണ്ടതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ് താല്പര്യമെങ്കിൽ അതിന്റെ ഒരു വിഹിതമെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതിൽ 500 രൂപയിൽ 100 രൂപയെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് വിഹിതമായിട്ട് കൊടുക്കണം. ഇനി അത് വൈകിപ്പോയിട്ടില്ല, നിങ്ങൾക്കൊരു വിഹിതമായിട്ട് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്മൂലം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്.